അപ്പോൾ നമുക്ക് പൂരത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ രാകേഷ് ഉണ്ട്. രാകേഷിൻ്റെ സുഹൃത്താണ്, മനോരമയുടെ ഒറ്റപ്പാലം ലേഖകനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പൂരത്തിന് ഇവിടെ വെച്ചിട്ട് കണ്ടിരുന്നു. അപ്പോൾ പൂരത്തെ പറ്റി ഏറ്റവും റിപ്പോർട്ടുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ കമ്മിറ്റിക്കാരൻ കൂടിയാണ്, ഭാരവാഹിയാണ്. അപ്പോൾ അതെ, മുൻ ഭാരവാഹിയാണ്. എന്നാലും ദേശത്തു നിന്ന് പൂരം വരുന്നുണ്ടല്ലോ. അപ്പോൾ പൂരത്തെ പറ്റി വർണ്ണിക്കാൻ ഏറ്റവും ഉത്തമനായ ആളാണ്. പൂരത്തെ പറ്റി വർണ്ണിക്കാൻ ഇപ്പോൾ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. അതിൽ കൂടുതലോ കുറവോ ഒന്നും പറയാനില്ല. അതിലൊരു എക്സാജറേഷൻ ഇല്ല, അതിലൊരു കുറവുമില്ല. പൂരം ഒരു വള്ളുവനാടിൻ്റെ ഒരു വികാരമാണ് ചെനക്കത്തൂർ പൂരം. ആ നിലയ്ക്ക് തന്നെ അതിൻ്റെ എല്ലാ പ്രൗഢിയും പകിട്ടും കാത്തു സൂക്ഷിച്ചാണ് ഈ കമ്മിറ്റികൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും പൊതുജനങ്ങളുടെയും എല്ലാ വിഭാഗത്തിൻ്റെയും പിന്തുണ കമ്മിറ്റിക്കും സംഘാടകർക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ പൂരത്തിൻ്റെ ഒരു വിജയം. നിങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ടൊരു വികാരമാണ് ഈ പൂരം എന്ന് പറയുന്നത്. പൂരത്തിൻ്റെ എനിക്ക് തോന്നുന്നു പൂരത്തേക്കായും രസം പൂരത്തിൻ്റെ ഒരുക്കങ്ങളാണ് തോന്നുന്നു. അതെ, ഒരു മാസക്കാലം നീളുന്ന പരിപാടികൾ. ഇപ്പോൾ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുക്കങ്ങളുടെ തുടക്കം ശരിക്ക് നാളെ പൂരം പിരിയുമ്പോൾ തൊട്ട് ഇതിൻ്റെ ഒരു അടുത്ത പൂരത്തിൻ്റെ ആസൂത്രണം തുടങ്ങുക. എന്തൊക്കെയാണ് ഇതിൽ പാകപ്പഴ സംഭവിച്ച് പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളോടെ അതിൻ്റെ ഒരു വേഗം കൂടും. പിന്നെ കളക്ഷൻ മറ്റു കാര്യങ്ങളായിട്ട് പൂരം എന്ന് പറയുന്ന ഒരു 365 ദിവസത്തെ ശരിക്കൊരു പ്രയത്നമാണ്. അതുകൊണ്ടാണ് ഈ പൂരം ഇങ്ങനെ മറ്റു പൂരങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കും. ഇപ്പോൾ പൂര കമ്മിറ്റിയുടെ ഭാരവാഹി പറഞ്ഞു, മറ്റു പൂരങ്ങൾ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വോട്ട് നിന്നു. നമുക്കങ്ങനെ പറയേണ്ട കാര്യമില്ല. 10 വർഷവും എല്ലാ തരത്തിലും ഉള്ള ഏത് തരം പ്രതിസന്ധികളുള്ള കാലത്തും ചെനക്കത്തൂർ പൂരത്തിന് വെടിക്കെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ മനസ്സിലാവും ഇവിടുത്തെ ഈ കമ്മിറ്റികളുടെ ഒരു ഇച്ഛാശക്തി. ഈ പൂരത്തിൻ്റെ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ തുടങ്ങി, പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇന്നലെ വൈകിട്ടോടെ തുടങ്ങി, ഇന്നുണ്ട്, ഇനി നാളെയും, അങ്ങനെ 3 ദിവസങ്ങളിലായിട്ട് ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇന്നലെ അല്ല, ശരിക്ക് ശനിയാഴ്ച പൂരത്താലപ്പൊലിയോടെയാണ് തുടങ്ങിയത്. പൂരത്താലപ്പൊലിയോടെ തുടങ്ങി ഇന്നലെ കുമ്മാട്ടി, ഇന്ന് പൂരം. താലപ്പൊലിയും കുമ്മാട്ടിയും പൂരവുമുള്ള ഒരു ഏക ക്ഷേത്രമായിരിക്കും ഒരുപക്ഷെ ചെനക്കത്തൂര്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് നാളെയാണ്. നാളെ രാവിലെ ഒരു 11:30 കൂടെയാണ് ഇത് അവസാനിക്കുന്നത്. അങ്ങനെ എല്ലാ വൈവിധ്യങ്ങളുടെ ഒരു ഉത്സവമാണ് ചെനക്കത്തൂർ പൂരം. നന്നായി തന്നെ പോകുന്നുണ്ട്, നന്നായി പോകാറുണ്ട്. രാകേഷ് ഒരു ആനപ്രേമി കൂടിയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് വരുന്ന ആനകളൊക്കെ പറ്റിയിട്ട് ഒന്ന് പറയാം. ആനകൾ പാമ്പാടി രാജൻ വരുന്നുണ്ട്, ചെറക്കൽ കാളിദാസൻ വരുന്നുണ്ട്, കുട്ടംകുളങ്ങര അർജുനനുണ്ട്, ചെർപ്പളശ്ശേരി അനന്തപത്മനാഭനുണ്ട്, പുതുപ്പള്ളി കേശവനുണ്ട്, കുട്ടംകുളങ്ങര അർജുനനുണ്ട്, ഇത്തിത്താനം വിഷ്ണുനാരായണനുണ്ട്. ഇതാണ് 7 ദേശങ്ങളുടെ തിടമ്പാനകൾ. പിന്നെ നല്ല എല്ലാ ദേശങ്ങൾക്കും നല്ല ഒത്തിണങ്ങിയ കൂട്ടാണ്, പറ്റാനകളാണുള്ളത്. 27 ആനകൾ നല്ല മികച്ച ആനകൾ. കുതിരകളിയെ സംബന്ധിച്ചിട്ടുള്ള ഗംഭീര റിപ്പോർട്ടൊക്കെ കാണാറുണ്ട്. ചെനക്കത്തൂർ പൂരത്തിൻ്റെ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ ഈ കുതിരകളി തന്നെയാണ്. നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ കുതിരകളി തന്നെയാണ്. അതെപ്പോൾ തുടങ്ങും, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചടങ്ങുകൾ? 2:30 ആരംഭിക്കും കുതിരകളി, പകൽപൂരത്തിൻ്റെ ഇന്നത്തെ കുതിരകളി. അതൊരു 4:30 അവസാനിക്കും. അതിനുശേഷമാണ് തേര് തട്ടുമുക്കൂത്ത്, പിന്നെ സ്പെഷ്യൽ പൂരാഘോഷങ്ങളുടെ പരിപാടികൾ, ആനപ്പൂരം. നാളെ ആദ്യം ആനപ്പൂരമാണ് വരിക, പിന്നീട് തേര് തട്ടുമുക്കൂത്ത്, കുതിരകളി. റിവേഴ്സാണ് നാളെ രാവിലത്തെ ചടങ്ങിൽ, നേരെ തിരിച്ചാണ്. അപ്പോൾ അതിൽ 16 കുതിരകളുടെ ഒരു ആവേശം എങ്ങനെ ദേശക്കാരെ സംബന്ധിച്ച് കുതിരകളിയാണ് ഏറ്റവും പ്രധാനം. അത് ഉണ്ടെങ്കിലാണ് ചെനക്കത്തൂർ പൂരം ഉള്ളൂ. 8 കിഴക്കഞ്ചേരിയിൽ 8, പടിഞ്ഞാറഞ്ചേരിയിൽ 8, 16 കുതിരകളാണ് ചെനക്കത്തൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. പിന്നെ വഴിപാട് കാളകൾ, വഴിപാട് കുതിരകൾ, അങ്ങനെ എല്ലാം ഉണ്ട്. ഏതാണ് ഇല്ലാത്തത് എന്ന് ചോദിക്കുന്നതായിരിക്കും നമുക്ക് ഉത്തരം പറയാൻ എളുപ്പം. പൂരത്തിന് ആരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്? ഒറ്റയ്ക്കാണല്ലോ കാണാനുള്ള, ആരെയും ക്ഷണിച്ചിട്ടില്ല പൂരത്തിന്? സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വരാം, വീട്ടിലേക്ക് വരാം, പറമ്പിലും കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും പൂരം അടിച്ചു പൊളിക്കുക. നാളത്തെ ഗംഭീരമായ റിപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ചെനക്കത്തൂർ കാവിലെ പൂരം എന്ന് പറയുന്നത്, ചെനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം ആഘോഷിക്കുക എന്ന് തന്നെയാണ് ചെനക്കത്തൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.